അപ്പോൾ ഇന്നലെ ഈ പ്രശ്നമുള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഒരു ഒരു ക്ഷണം ഒരാളെ ക്ഷണിക്കുകയാണ്. ലോകത്ത് എവിടെ ഏതെങ്കിലും ഒരു കോണിലുള്ള ഒരാൾ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയാൻ വേണ്ടി നമ്മൾ ക്ഷണിക്കുകയാണ്. എന്താണ് മദ്യാസക്തി എന്നോ അല്ലെങ്കിൽ മറ്റ് അതോടൊപ്പം തന്നെയുള്ള മറ്റ് ലഹരി രോഗങ്ങൾ, അത് എത്ര ഗൗരവമുള്ളൊരു സൂക്കേടാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. പലപ്പോഴും ഇതൊരു ആവർത്തനം കൂടിയാണ്. പക്ഷെ ആവർത്തനം കൂടിയാണെങ്കിലും ജീവിതം ഒരു പ്രോഗ്രാമാണ്. ജീവിതം നമ്മൾ എല്ലാ ദിവസവും ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മദ്യാസക്തി അല്ലെ മറ്റ് ലഹരി രോഗങ്ങൾ, അത് ഒരു പ്രോഗ്രാമായി മാറുന്നു. ഒരാളുടെ ശരീരത്തിൽ അതൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ്, തിരഞ്ഞെടുത്ത ചില കാര്യങ്ങൾ ഒരേപോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഒരു പ്രോഗ്രാം. ജീവിതം ഒരു പ്രോഗ്രാമാണ്. അതേപോലെ തന്നെ മദ്യാസക്തി എന്ന രോഗവും നമ്മുടെ ശരീരത്തിൽ ഒരു പ്രോഗ്രാമായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ആ പ്രോഗ്രാമിന് വേണ്ടിയുള്ള ചികിത്സയും ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു പ്രോഗ്രാമായിട്ട് രൂപപ്പെടുത്തിയത്. എന്നെന്നും ഓർമ്മപ്പെടുത്താൻ, എന്നെന്നും ഒരുപോലെ ആവർത്തിക്കപ്പെടുന്ന ഒരു പ്രോഗ്രാം. അങ്ങനെ കടുത്ത ഒരു ആവർത്തനം ഉണ്ടെങ്കിൽ അത് തന്നെ മതി ഇത് എത്ര സീരിയസ് ആയിട്ടുള്ള ഒരു രോഗമാണെന്നുള്ളതിന്. എത്രമാത്രം സീരിയസ് ആണ്. എന്നെന്നും ഇത് ഓർമ്മിപ്പിക്കാനായിട്ട്, ആവർത്തിക്കാൻ മാത്രം ആവശ്യപ്പെടുന്ന ഒരു പ്രോഗ്രാം, അത് എത്രമാത്രം ആ രോഗം ശക്തമാണ്. അത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ, മനസ്സിൻ്റെ അവസ്ഥ, അതുപോലെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ അവസ്ഥ, സാംസ്കാരികമായിട്ടുള്ള നമ്മുടെ അവസ്ഥ, നമ്മുടെ ലെഷർ, നമ്മുടെ വിശ്രമ സമയങ്ങൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളടങ്ങിയ നമ്മുടെ ജോലി, ആളുകളോടും കുടുംബത്തോടും ജോലിയോടും ഒക്കെയുള്ള നമ്മുടെ സമർപ്പണം, ഇതിനൊക്കെ വളരെയധികം വികലമാക്കിക്കൊണ്ട് ജീവിക്കാൻ അനുവദിക്കാത്തൊരു രോഗം, ജീവിതം അസാധ്യമാക്കുന്ന ഒരു രോഗം. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ ജീവിതത്തിൽ കൂടി കടന്നു പോയിട്ട് കുറച്ച് സമയമെങ്കിലും ഒരു ഇളവ് കൊടുത്ത് നമ്മൾ അതിൽ നിന്ന് വിട്ടുനിന്ന് അതേക്കുറിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ആ ഓർമ്മകൾ എന്തായിരുന്നെന്ന് നമ്മൾ ഒരു ഉൾക്കാഴ്ചയിൽ എന്ന പോലെ നമുക്ക് ഒരു അറിവ് കിട്ടുകയും ആ അറിവിനെ ഉപയോഗിച്ച് നമ്മൾ രക്ഷപ്പെടുകയും നമ്മുടെ ജീവിതത്തെയും തിരിച്ചു പിടിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ ഓരോ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മീറ്റിങ്ങും പ്രവർത്തിക്കുന്നത് ഈ രീതിയിലാണ്. ഒരാൾ ഒരു രോഗാവസ്ഥയിൽ അയാൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ചികിത്സയ്ക്ക് വിധേയനാകുന്നു. അതിനുശേഷം അയാൾ ആ രോഗത്തിലേക്ക് തിരിച്ചു പോകാതിരിക്കാനായിട്ട്, അതിന് പുനർപതനം അല്ലെങ്കിൽ റിലാപ്സ് എന്നൊക്കെ പറയും, അതിലേക്ക് തിരിച്ചു പോകാതിരിക്കാനാണ് എന്നെന്നും ആവർത്തിക്കപ്പെടുന്ന ഈ പ്രോഗ്രാം. അപ്പോൾ അയാൾ തിരിച്ചു പോകുന്നുള്ളത് കൊണ്ട് അത് ഏകദേശം ഉറപ്പായത് കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി എല്ലാ ദിവസവും നടത്തുന്നത്. മിക്കവാറും എല്ലാ ദിവസവും അത്ര ശക്തമായതുകൊണ്ടാണ്. ഈ കാര്യത്തിൽ ആർക്കും ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. ഇനി എന്താണ് മദ്യാസക്ത രോഗം എന്നുള്ളതിനെ പറ്റി പൊതുമക്കാർക്ക് ഒന്നുകൂടി പറയാം. വളരെ ലളിതമായ ഒരു നിർവചനം പറയുകയാണെങ്കിൽ, ഒരാളുടെ അനിയന്ത്രിതം, ആ വാക്കുകളുടെയും പോലെ അൺകൺട്രോളബിൾ, അനിയന്ത്രിതവും അതുപോലെ ആവർത്തിച്ചു വരുന്നതായിട്ടുള്ള അസാധാരണമായിട്ടുള്ള ചിന്തകൾ, തോന്നലുകൾ,
വികാരങ്ങൾ, സ്വഭാവങ്ങൾ. ഈ കാര്യങ്ങളെല്ലാം പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് മറന്നു പോകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. കാരണം ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. എന്താണ് അയാളുടെ ചിന്തകൾക്ക് കൂടെ അനിയന്ത്രിതവും അസാധാരണവും ആവർത്തിച്ചു വരുന്ന ചിന്തകളാണ്. അത് അബ്നോർമലാണ്. സാധാരണയിൽ നിന്ന് വ്യതിചലിച്ച ചിന്തകളാണ്, തോന്നലുകൾ, ഫീലിങ്സ്. അതുപോലെ അയാളുടെ ഇമോഷൻസ്, വികാരങ്ങൾ, പലതരത്തിലുള്ള വികാരങ്ങളുണ്ട്. അതെല്ലാം ഉൾക്കൊള്ളുന്നു. അതിൻ്റെ ഉപവികാരങ്ങളുമുണ്ട്. ശരിക്കും ഈ ബുദ്ധമതത്തിൽ പറയുന്ന ഏകദേശം ഓരോ വികാരത്തിന് സബ്ബായിട്ടുള്ള വികാരങ്ങളുണ്ട്. ഉദാഹരണത്തിന് ദേഷ്യത്തിന് ഒരു സബ്ബാണ് വെറുപ്പ്. അങ്ങനത്തെ വികാരങ്ങൾ സബ്ബ് എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 65 തരത്തിലുള്ള വികാരങ്ങളുണ്ടെന്നാണ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളൊക്കെ പറയുന്നത്. അതങ്ങനെ പല രീതിയിലാണ്, പല സമ്മിശ്രമാണത്. അതെല്ലാവർക്കും അറിയാം. സങ്കടം, സന്തോഷം, അതുപോലെ ഭയം, ദേഷ്യം, ഇങ്ങനെയുള്ള പ്രാഥമിക വികാരങ്ങളിൽ നിന്നും മറ്റു വികാരങ്ങൾ. അപ്പം ഈ വികാരങ്ങൾ വാസ്തവത്തിൽ എന്തിനാണ് മനുഷ്യന്? ഇത് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മപ്പെടുത്താനും ഇത് ജീവിതമാണെന്ന് മനസ്സിലാക്കാനും നമുക്ക് തന്നെ പല കഴിവുകൾ ഉണ്ടാക്കാനും നമ്മൾ ഉപദ്രവങ്ങളിൽ പെടുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കാനും രക്ഷപ്പെടാനും തിരിച്ചറിയാനും, ഇതൊക്കെ കൂടിയാണ് ഈ വികാരങ്ങൾ. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അത് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ വികാരങ്ങൾ തകരാറിലാവുന്നതാണ് ഉടനീളം മാനസിക രോഗത്തിൻ്റെ അടിത്തറ തന്നെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടി ചേർന്നാണ് അഡിക്ഷൻ ഉണ്ടാകുന്നത്. അഡിക്ഷനിൽ നിന്നും മാനസിക രോഗങ്ങൾ ഉണ്ടാകുന്നു. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മതി ഇത് ഒരു ഭീകര രോഗമെന്ന് മനസ്സിലാക്കാൻ. കാരണം ഒരാൾക്ക് സ്വന്തം കഴിവ് നഷ്ടപ്പെടുന്നു. അയാളെ മാറ്റാനുള്ള അയാളുടെ കഴിവ് നഷ്ടപ്പെടുന്നു. അയാളുടെ കഴിവ് എന്താണ്? അയാളുടെ ചിന്തകൾ, അയാളുടെ തോന്നലുകൾ, അയാളുടെ വികാരങ്ങൾ, അയാളുടെ സ്വഭാവങ്ങൾ. അത് അയാളുടെ കഴിവാണ്. അയാൾ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും വരുന്ന കഴിവുകളാണ്. ആ കഴിവ് കൂടിയാണ് അയാൾ ജീവിക്കുന്നത്. അതിലുണ്ടാകുന്ന അബ്നോർമാലിറ്റീസ്, അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ, ഇത് അഡിക്ഷൻ്റെ ഒരു ഭാഗമാണ്. ആവർത്തനം എന്ന് പറഞ്ഞാൽ തന്നെ അഡിക്ഷനാണ്. ഇതിൽ ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കൾ, ഇപ്പോൾ മദ്യം. ഈ മദ്യം നമ്മുടെ ശരീരത്തിലെ 3 പ്രധാനപ്പെട്ട, നമ്മുടെ ജീവനെയും ജീവിതത്തെയും നിയന്ത്രിക്കുന്ന 3 കാര്യങ്ങൾ ടോട്ടലി നമ്മൾ തന്നെ. ടോട്ടൽ, അതായത് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ബോഡി, നമ്മുടെ ബിഹേവിയർ, ഇത് 3 അടങ്ങുന്നതാണ് നമ്മൾ. അത് ആ 3നെ ബാധിച്ചുകൊണ്ട് വളരെ ഭീകരമായ അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് അഡിക്ഷനിൽ നിന്നും വരുന്ന ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള രോഗങ്ങൾ, മെൻ്റൽ ഡിസീസ്, അത് പല പ്രാവശ്യം ഞാൻ പറയാറുണ്ട്. യൂസ് ഡിസോർഡർ, ഉപയോഗത്തിലിരിക്കുമ്പോൾ ഒക്കെ എടുത്തു നോക്കിയാൽ കാണാം, വ്യക്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് യൂസ് ഡിസോർഡർ? മദ്യം ഉപയോഗിച്ചുകൊണ്ട് ഉള്ള തകരാറ്. അത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതെന്താണ്? ഇറ്റ്സ് എ മെൻ്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസീസ്. അത് ഉറപ്പായ കാര്യമാണ്. അതൊരു മാനസിക രോഗത്തിൻ്റെ ഉള്ളിലാണ് അയാളൊരു പെരുമാറ്റ രോഗത്തിൻ്റെ ഉള്ളിലാണ് അയാൾക്കുണ്ടാകുന്ന ഏറ്റവും മാരകമായ ഒരവസ്ഥ അയാൾ അറിയുന്നില്ല. ഈസ് നോട്ട് അവെയർ ഓഫ് ദാറ്റ്. അപ്പോൾ അതിനെ അവെയറാക്കാനാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രോഗ്രാം നടക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ്. അതിൻ്റെ അടിത്തറ അതാണ്. ഇങ്ങനെ ഉള്ള ദയനീയമായ ഒരു രോഗാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ 1935 കുറേ മനുഷ്യർ അവർ
അവരെ ഒഴിവാക്കിയില്ല. അവർ ഈ രോഗത്തിൽ ഒലിച്ചു പോകും, അവർ മരിച്ചു പോകും എന്ന് ഉറപ്പായിട്ട് പോലും അവർ ഈ പ്രോഗ്രാമിനെ വിട്ടില്ല. അവർ മുറുകെ പിടിച്ചു. അവർ കുറേ ആളുകൾ അന്ന് അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ അവർ പിടിച്ചു തൂങ്ങിക്കിടന്ന് അവർ സ്വയം മനസ്സിലാക്കി, അവരെ തിരുത്തി, അവർ മാറ്റിമറിച്ച് അവർ സൃഷ്ടിച്ചെടുത്ത പ്രോഗ്രാം. പല ആൾക്കാരും വിചാരിക്കുന്ന പോലെ മറ്റ് ആളുകൾ ഉണ്ടാക്കിയതല്ല. അത് ജീവിതം ഇല്ലെന്ന് ഏകദേശം ഉറപ്പായ ആളുകൾ ജീവിച്ചേ മതിയാകൂ എന്നുള്ള ചിന്തയിലൂടെ അവർ അവർ വീണ്ടെടുത്ത അവരുടെ ജീവിതമാണത്. അപ്പോൾ അതും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇമോഷണലായിട്ട് തന്നെ അതിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അവരുടെ ആ ത്യാഗം, അവർ അന്ന് അനുഭവിച്ച ആ ത്യാഗം, അതിനെപ്പറ്റി ഒരു ചെറിയൊരു ചിന്ത ഉണ്ടെങ്കിൽ തന്നെ ഇമോഷണലായിട്ട് അവരുടെ ത്യാഗത്തെ പറ്റി ആലോചിച്ചാൽ ഈ പ്രോഗ്രാമിൽ വരുന്ന ഒരാൾക്ക് ചിന്തിക്കാനും ആലോചിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിൽ. അവർക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അവർക്ക് ജീവിതം ഇതിനെ കൂടി തിരിച്ചു പിടിക്കാനും അതിൻ്റെ ഉത്തരവ് ആൽക്കഹോളിക്സ് അനോണിമസിൽ പറയുന്നുണ്ട്. ഞാനത് ആവർത്തിച്ചിട്ടുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്ന സുഹൃത്തുക്കളോട് ബിഗ് ബുക്കിലെ പ്രോഗ്രാം തന്നെ പറയുന്നുണ്ട്. ഞങ്ങളിൽ ചിലർ പെട്ടെന്ന് ഈ പ്രോഗ്രാമിൽ വന്നിട്ട് ഒരു സ്പാർക്കായിരുന്നു അവർക്കൊക്കെ. ആ പെട്ടെന്ന് രക്ഷപ്പെട്ട ആൾക്കാർക്ക് ഒരു സ്പാർക്കായിരുന്നു, ഒരു പുതിയ അനുഭവം. ഒരു പുതിയ അനുഭൂതി എത്തിച്ചേർന്നു. അത് അവർ പെട്ടെന്ന് ഗ്രിസായി. ദേ ബിക്കെയിം വെരി ഇന്റലിജന്റ്. അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സംതൃപ്തി കൂടിയായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ ചിലർ പെട്ടെന്നും ചിലർ സാവകാശവും. ഈ സാവകാശം എന്നുള്ള വാക്ക് ഭയങ്കര ഒരു പ്രശ്നമുള്ള വാക്കാണ്. കാരണം വെച്ചാൽ ഞാനിതിനു മുമ്പ് പല പ്രാവശ്യം പറയുന്നുണ്ട്, രോഗത്തിന്റെ ഉള്ളിൽ പെട്ടിട്ട് അയാള് മനസ്സിലാക്കി ഇതിനെക്കുറിച്ചുള്ള ഒരു ആലോചന അയാളുടെ പുറകെ കൂടിയിരുന്നു. ആ ആലോചനയ്ക്ക് മുമ്പുള്ള അവസ്ഥ വളരെ മോശപ്പെട്ട അവസ്ഥയായിരുന്നു. ആലോചനയ്ക്ക് മുമ്പുള്ളത് അയാൾ മദ്യാസക്തിയോട് രോഗത്തിന്റെ ഉള്ളിൽ സ്വന്തം വൈകാരിക അവസ്ഥകൾ, സ്വന്തം രോഗങ്ങൾ, ഇതൊക്കെ ആയിട്ട് കെട്ടിമറിഞ്ഞ് നടക്കുന്ന സമയത്ത് ചിന്ത അയാളുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ചിന്തയ്ക്ക് വേണ്ടി ഒരു തയ്യാറെടുക്കാനോ ഒരു പ്രവർത്തനം നടത്താനോ ആ പ്രവർത്തനം നിലനിർത്താനോ അയാൾക്ക് കഴിഞ്ഞില്ല. അങ്ങനെ എത്രയോ വർഷങ്ങൾ. ഈ സാവകാശം എന്ന് പറയുമ്പോൾ 5 വർഷം കഴിഞ്ഞവർ, വളരെ ചുരുക്കമാണ്. 10 വർഷം, 15 വർഷം, 20, 25, 30, 36 വർഷമൊക്കെ കഴിഞ്ഞ ആൾക്കാർ എനിക്കറിയാം, ഇങ്ങനെ ആലോചനയായിട്ട് നടന്ന് അവസാനം പ്രവൃത്തിയിൽ വന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. കാരണം ജീവിതം എത്ര വർഷം പോയി. ഈ ശരിയായിട്ടുള്ള ചികിത്സ, ശരിയായിട്ടുള്ള പ്രോഗ്രാം നടപ്പിലാക്കാത്തത് കൊണ്ട് ജീവിതം എത്ര വർഷം പുറകോട്ട് പോയി. അപ്പൊ അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഈ ചികിത്സ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് തുറന്നു പറയേണ്ട സാധനമാണ് ചികിത്സ. അത് ശക്തമായിട്ട് ഒരു മദ്യാസക്തന് ഫീൽ ചെയ്യുന്നൊരു കാര്യം കൂടിയാണ് ചികിത്സ. എന്താണ് ചികിത്സ? ടോട്ടൽ അബ്സ്റ്റിനൻസ്, കംപ്ലീറ്റ് നിർത്തിവെക്കലാണ്. അത് ലളിതമാക്കാനായിട്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ അത് 24 മണിക്കൂർ ഒരു പ്രോഗ്രാമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിന് ലോജിക്കുണ്ട്,
അതിൽ സയൻസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ രക്ഷപ്പെട്ട ആളുകൾ ജീവിച്ചതും ഒരു ജീവിതം തിരിച്ചു പിടിച്ചതൊക്കെ അതിൽ കൂടിയാണ്. 24 hour എന്ന് പറയുന്ന പരിപാടി അത് തുടക്കത്തിലൊരു 3 മാസം നടത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി ഒരു സെൽഫ് തോട്ട് അതിൽ കൂടി നമുക്ക് എത്തിച്ചേരാൻ പറ്റും. എനിക്ക് എന്ത് സംഭവിച്ചു, വാട്ട് വാസ് ഹാപ്പിയായിട്ട് ചെയ്തു, എൻ്റെ കൂടെ ജീവിക്കുന്നവർക്ക്, എൻ്റെ നിലനിൽപ്പിനെതിരായിട്ട്, എൻ്റെ സാമൂഹ്യ ബന്ധങ്ങൾക്കെതിരായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു അന്തമില്ലാത്തൊരു സംഗതിയാണ്. എന്തിനു വേണ്ടി ചെയ്തു, എന്തിനു വേണ്ടി ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള വിശദീകരണം അപഹാസ്യമായിട്ടുള്ള വിശദീകരണങ്ങളാണ്. കാരണം ഒരാൾക്കും അവനവനിരിക്കുന്ന മരത്തിൻ്റെ തടിയോട് ചേർന്ന് ഭാഗം വെട്ടാൻ പറ്റില്ല. അതങ്ങനെയാണ്. അങ്ങനെ അവനവനിരിക്കുന്ന ആ കൊമ്പില് ആ തടിയോട് ചേർന്ന് ഭാഗം വെട്ടിയാൽ എന്താ സംഭവിക്കുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ ഒരു പരിപാടിയാണ് മദ്യാസക്തി. രോഗം കാരണം ചില ചുറ്റുപാടിനെ കുറിച്ചോ ഞാൻ പറയുന്ന എല്ലാ സംഗതിയെക്കുറിച്ചും അതൊരു സന്തോഷമാണ്. എന്താണ്, അയാളൊരു സോഷ്യൽ ഡ്രിങ്കറാണ്, പല പൊള്ളയായിട്ടുള്ള വിശദീകരണങ്ങളൊക്കെ ആണ്. പക്ഷെ ജീവിതത്തെ ഈ പ്രോഗ്രാമിൽ വന്നതിന് ശേഷം അത് ഞാൻ പറഞ്ഞ പോലെ യുക്തിപൂർവ്വം അത് എന്താ പറയുക, ബുദ്ധിപരമായിട്ടും ഒരു സുരക്ഷിതമല്ലാത്തൊരു മേഖലയിൽ കൂടിയാണ് ഞാൻ ജീവിച്ചത്, ചിന്തിച്ചത്, പ്രവർത്തിച്ചതെന്നൊക്കെ അയാൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ പ്രോഗ്രാം 24 hour ട്രീറ്റ്മെൻറ്റ്. 24 hour അതിൽ നിന്ന് വിട്ടു നിൽക്കുക. അങ്ങനെ വിട്ടു നിൽക്കുന്നത് ഇറ്റ്സ് ഹൈലി സയൻറ്റിഫിക്. ഈ 24 മണിക്കൂർ ആൽക്കഹോൾ അയാളുടെ ബ്രെയിനിൽ കയറുന്നില്ല, അയാളുടെ ബോഡിയിൽ കയറുന്നില്ല. അത് അവിടെ നിൽക്കുന്നു, അത് പുറത്ത് നിൽക്കുന്നു, അകത്ത് കയറുന്നില്ല. അകത്തുള്ള അയാളുടെ ഏറ്റവും വിലപ്പെട്ട അവയവങ്ങൾ, അതിൻ്റെ ഉള്ളിൽ കൂടി നിലനിൽക്കുന്ന അയാളുടെ ജീവൻ തിരിച്ചു കിട്ടുന്നു. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു, അയാളുടെ ബ്രെയിൻ, അയാളുടെ ശരീരം, അയാളുടെ ബിഹേവിയർ. നമ്മൾ ബിഹേവിയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടി ചേർന്നതാണ് ബിഹേവിയർ. ഈവൻ ബിഹേവിയറിൽ നമ്മുടെ കോശങ്ങളുണ്ട്. ശരീരത്തിലെ എത്രയോ ട്രില്യൺ കണക്കിന് കോശങ്ങളുണ്ട്. ആ കോശങ്ങൾക്ക് പോലും ഈ ബിഹേവിയർ അവർ ഏറ്റെടുത്തിട്ടുണ്ട്. ഓരോ കോശവും ഈ ആൽക്കഹോളിന്റെ കലാപരിപാടികൾ അവർ വിധേയമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അതാണ് രോഗാവസ്ഥ, അടിമത്തം ഏറ്റുവാങ്ങുന്ന അവസ്ഥയ്ക്കാണ് സെല്ലുലാർ കോശങ്ങൾ പോലും ആ വിധേയത്വം ഏറ്റെടുത്തു. അതിൽ കൂടി മാത്രം ജീവിക്കുന്നു. കോശങ്ങൾ ചേർന്നാണല്ലോ അവയവങ്ങൾ ഉണ്ടാകുന്നത്. അവയവങ്ങളെല്ലാം ചേർന്നിട്ടാണല്ലോ ഒരു ശരീരം ഉണ്ടാകുന്നത്. ശരീരവും ബ്രെയിനും കൂടി പ്രവർത്തിച്ചാണല്ലോ ബിഹേവിയർ പുറത്തു വരുന്നത്. അപ്പോൾ സെല്ലുലാർ ഡിപ്പെൻഡൻസ്, ഫിസിയോളജിക്കൽ ഡിപ്പെൻഡൻസ്, ശരീരം പ്രവർത്തിക്കുന്നതിൻ്റെ അടിമത്തത്തിൻ്റെ ഉള്ളിലാണ് ഫിസിയോളജിക്കൽ ഡിപ്പെൻഡൻസ്. ഫിസിയോളജി എന്ന് പറഞ്ഞാൽ ശരീര പ്രവർത്തനം നടത്തും. ആ ശരീരം
പ്രവർത്തനത്തിന്റെ ഉള്ളിൽ പോലും അടിമത്തമാണ്. കട്ടായി പോയി അല്ലേ? കട്ടായി പോയി കേട്ടോ. പുള്ളി അറിഞ്ഞോന്നറിയില്ല. ഞാൻ ഒന്ന് വിളിച്ചു.